പഠിക്കാൻ ആവശ്യമായ പൈസയും തൻ്റെ സ്വന്തം ചെലവുകൾക്ക് വേണ്ടിയിട്ടുള്ള പൈസയും പായസ കച്ചവടം നടത്തി അതിലൂടെ കണ്ടെത്തുന്ന അരവിന്ദിൻ്റെ പായസക്കടയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത്. ക്ലാസ്സിന് പോകുന്ന സമയം വൈകുന്നേരം മുതലും ഒഴിവു ദിനങ്ങളിൽ മുഴുവൻ സമയവുമാണ് അരവിന്ദിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകാറുള്ളത്. അരവിന്ദ് പഠിക്കാൻ പോകുമ്പോഴേക്കും അമ്മയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കൊല്ലത്തു നിന്നും ഞാൻ ആറ്റിങ്ങലിലേക്കുള്ള യാത്രാമധ്യയാണ് കേട്ടോ ഈ പായസക്കട കണ്ടെത്തുന്നത്. എല്ലാ ദിവസവും 4 തരം പായസമാണുള്ളത്. ഞാൻ ചെന്നൈന്നുണ്ടായിരുന്നത് അടപ്പായസവും അതുപോലെ തന്നെ പാലടയാണ്. രണ്ടും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു രക്ഷയില്ല. ചെറിയ ചാറ്റൽ മഴയിൽ തണുത്ത് നിൽക്കുന്ന ആ സമയത്ത് ചെറിയ ഇളം ചൂടോടുകൂടി ഈ പായസം കുടിക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. പായസം വിളമ്പി നമ്മുടെ മനസ്സും വയറും നിറയ്ക്കുന്ന അരവിന്ദൻ്റെ പായസക്കടയുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്ത് നിന്നും ആറ്റിങ്ങിലേക്ക് വരുമ്പോൾ മേവറം സിഗ്നൽ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ വലത് സൈഡിലൊരു ഗ്ലാസ് ഹൗസ് ഉണ്ട്. അതിന് തൊട്ട് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ചെറിയ ഒരു പായസക്കട.